ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ബെറിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാ തൈരിൽ നമ്മുടെ ബ്ലാക്ക് കറൻറ്റിൻ്റെ കൂടി മിക്സ് ആക്കിയിട്ട് ജാമാണിത്, അത് മിക്സ് ആക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ തൈര്, പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണിത്. പിന്നെ നമ്മുടെ വെനില ഐസ്ക്രീമാണിത് വേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജാമ് ബ്ലാക്ക് കറൻറ്റിൻ്റെ, അതുപോലെ നട്ട്സ്. ഇതിൽ കാജു ഉണ്ട്, കിസ്മിസ് ഉണ്ട്, ബദാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഇത് ഞാൻ ഗ്രനോല, ആൽമണ്ട്, കാഡ്ബറീസ് ഗ്രനോലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോൺഫ്ലക്സ് എടുക്കാം, ഓട്സ് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇതിലേത് വേണമെങ്കിലും, ഇത് വേണമെങ്കിൽ ഇതും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ബെറിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബെറിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കൂ. ഇതിൻ്റെ അടുത്ത് മൂഡ് ഇല്ല, ബെറിയപ്പിൻ്റെ അടുത്ത പോലത്തെ ഗ്ലാസ് ഒന്നുമില്ല. ആദ്യം ഞാൻ സെറ്റിങ് കാണിച്ച് തരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഗ്രനോല കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരും നമ്മുടെ ജാമും കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ തൈര്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവർ തൈരുകൾ കിട്ടും, അത് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ജാം ഒന്ന് ലൂസാക്കണം. ഇത് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഇത് മധുരമില്ലാത്ത നമ്മുടെ ഷുഗർ ഫ്രീ ജാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മധുരമുള്ള ജാമല്ല കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം. ഇതിൽ ഓൾറെഡി നട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മേലെ കുറച്ച് ഇട്ട് കൊടുക്കാം, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ. പിന്നെ ഇതിന് മീതെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതാ കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മീതെ നമ്മൾ ഐസ്ക്രീം, ഇതുപോലത്തെ ഐസ്ക്രീം, വെനില ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ഇതുപോലെ ജാമ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ചും കൂടി ഐസ്ക്രീം, അത് കുറച്ച് കട്ടിയിൽ തന്നെയായിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ആദ്യത്തെ കുറച്ച് ലിക്വിഡിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മേലെ ഒഴിക്കുന്ന ഇത്തിരി കട്ടിയുള്ളതായിട്ട് ഇരുന്നോട്ടെ. ഇനി ഇതിന് മീതെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് മീതെ ലാസ്റ്റ്
ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ ഇത് വേണമെങ്കിൽ ഇതിന്ന് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത്ര ഇത് കുറച്ചും കൂടി ഇട്ട് അപ്പോൾ നമ്മുടെ ബെറിയപ്പ് അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഉപയോഗിക്കാൻ അതുള്ളൂ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ അടിയിൽ ഉള്ള ക്ലിപ്പില്ലാത്തത് ശരിക്കും നമ്മുടെ ക്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തന്നത്. ഇനി ഞാൻ ഇതുപോലെ നമ്മുടെ കുപ്പിയില്ലേ, അത് ട്രാൻസ്പെറൻറ്റ് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് നമ്മളെങ്ങനെ പൊന്തിക്കില്ലേ അത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് കളർ ഇല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഈ നമ്മുടെ ജാമിൽ വേണമെങ്കിൽ കുറച്ച് കളർ ചേർക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ബെറീസാണ് അടിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കളർ ചേർക്കാം വേണം കളറിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ കളറിന് ഒന്നും ചേർത്തില്ല, ഒറിജിനൽ കളർ തന്നെയാണ് ഇത്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ താങ്ക് യു.